പുരുഷ കേന്ദ്രീകൃതമാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയും അല്ലെങ്കിൽ മലയാള സിനിമാ ലോകവും എന്ന് പറയുമ്പോൾ പോലും ഇതിനകത്ത് പ്രധാന നടികൾ നമുക്കറിയാം. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ സിനിമയിൽ അംബികയും രേവതിയുമായിരുന്നു അതിലെ യഥാർത്ഥ രണ്ട് പേര്. അവർ തന്നെയാണ് സിനിമ ആത്യന്തികമായി മൊത്തത്തിൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അവർ തന്നെയാണ്. പുരുഷന് യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് അഭിനയിച്ച ആ സിനിമ വളരെ വിജയകരമായി നടന്നൊരു സിനിമയാണ്. ആ സിനിമയിലെ രേവതിയാണ് ഇന്ന് WCC വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റിൽ നേതൃത്വം നൽകുന്നത്. അവർക്ക് അവരുടെ ഏറ്റവും കൂടുതലുള്ള ഡിമാൻഡും, അതുകൂടാതെ പാർവതി തെരുവോത്ത് എന്ന് പറയുന്ന ആ നടി, അവരിപ്പോഴും ലൈം ലൈറ്റിൽ വളരെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഒരു നായികയാണ്. അവർ ആവശ്യപ്പെടുന്നത് അമ്മയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ കീ പോസ്റ്റുകളിലൊന്നും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിലേക്കും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഡിമാൻഡ് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലവർ പറയുന്ന പല കാരണങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് അമ്മയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല, പേര് അമ്മയാണെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ പുരുഷ കേന്ദ്രീകൃതമാണ് അത് പറയുന്നത്. കൂടാതെ ഇവരുടെ എല്ലാവരുടെയും, അത് പ്രത്യേകിച്ച് പാർവതി തെരുവോത്ത് പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് സമാനമായ തുല്യത, ഇക്വാലിറ്റി, പാരിറ്റി ഇല്ല, ശമ്പളത്തിൽ വേതനത്തിൽ അവർക്ക് തുല്യതയില്ല, പുരുഷന്മാർക്ക് കിട്ടുന്ന, നായകന്മാർക്ക് കിട്ടുന്ന ശമ്പളം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവർ റീറ്ററേറ്റ് ചെയ്ത് പറയുന്നു, അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പിരിച്ചുവിട്ട ആഡ്വോക്ക് കമ്മിറ്റി ഇനി ഭരിക്കുമ്പോൾ അടുത്ത 2 മാസത്തിനുള്ളിൽ അവരുടെ അമ്മയുടെ ജനറൽ ബോഡി കൂടുകയും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കൂടാതെ മോഹൻലാൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ചെറുപ്പക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ പൃഥ്വിരാജ് സുകുമാരനെ പോലുള്ളവരും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമാനമായിട്ടുള്ള 10-15 വർഷത്തെ അനുഭവം ഈ സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ അവർ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സ്ത്രീ പ്രാതിനിധ്യം വന്നാൽ തന്നെ, സ്ത്രീ ഒരു വനിത ഒരു ചെയർപേഴ്സണായിട്ട് ആരെങ്കിലും, രേവതിയോ മറ്റാരെങ്കിലും ഒക്കെ വന്നാൽ തന്നെ അവർക്ക് എത്രത്തോളം അമ്മയെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഇത്രയും ലൈവ്ലി ആയിട്ട്, ഇത്രയും ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. നമ്മൾ ഈ സിനിമാ ലോകത്തെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ സംസാരിക്കുവാൻ ഇടയുണ്ടായത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിക്കാൻ തന്നെ ഇടയുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, 7 വർഷത്തിന് മുമ്പ് അതിജീവിത ദിലീപ് പ്രതിയായിട്ടുള്ള ഒരു നടിയെ, പ്രസിദ്ധമായ ഒരു നടിയെ ആക്രമിച്ചു, അവരെ ലൈംഗികമായി ഉൾപ്പെടെ അവരെ ആക്രമിച്ചു എന്നുള്ളത് പരാതി വരികയും അത് വലിയ കൊള്ളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായി, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഭവമായും അത് മാറുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ ഒരിക്കലും അവരുടെ മൃതിയിലും മകളമാർ മറക്കാം മാനം എന്ന് കുമാരനാശാൻ കരുണയിൽ പറഞ്ഞതിൻ്റെ ഒരു സാഹചര്യം പോലെയുണ്ട്. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യവും അവരൊരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ കുമാരനാശാനെ കോട്ട് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ അതിജീവിത, ഈ ദിലീപ് ഉൾപ്പെട്ട ഈ ആക്രമണത്തിൽ അതിജീവിത എന്ന് പറയുന്ന ഈ പ്രസിദ്ധ നടി, അവർ യഥാർത്ഥത്തിൽ അതിന് തയ്യാറായി. അവരിങ്ങനെ ആക്രമിക്കപ്പെട്ടു അവർ പറയാനും പരാതിപ്പെടുവാനും ഇപ്പോഴും കോടതിയിൽ അവരത് ചലഞ്ച് ചെയ്യാനും തയ്യാറായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ധീരതയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണേണ്ടത്. ഈ സ്ത്രീയുടെ, ഈ നടിയുടെ ഒരു ഒറ്റ ആളുടെ ആത്മബലം കൊണ്ട് മാത്രമാണ് ഈ നേരത്തെ പറഞ്ഞിരുന്ന ഗോസിപ്പുകൾ എന്ന് പറയുന്ന ഈ ലൈംഗിക അരാജകത്വവും ലൈംഗിക ചൂഷണവും രതികഥകളുടെയും സങ്കേതം എന്ന് പറയുന്ന ഗോസിപ്പുകളെല്ലാം യഥാർത്ഥ സത്യത്തിലുള്ളതാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് ബോധ്യം വന്നത് യഥാർത്ഥത്തിൽ ഈ ദിലീപ് ഉൾപ്പെട്ട ആക്രമണത്തിലെ ഇരയാക്കപ്പെട്ട അതിജീവിതയുടെ ഒറ്റ ആളുടെ ധൈര്യം കൊണ്ടാണ്. അവരത് മുന്നോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പൊതുസമൂഹം മൊത്തത്തിൽ അതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമല്ല, ഇതിപ്പോൾ ഇന്ത്യയിലെ മൊത്തം സിനിമാ ലോകം പോലും ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും കഥകൾ.